പത്തനംതിട്ട പുല്ലാട് ജംഗ്ഷനിൽ കിടന്നോടുന്ന ശ്രീഹരി എന്ന ഓട്ടോയാണിത്. ഓട്ടോ ഡ്രൈവറുടെ പേര് അനിൽ എന്നാണ്. ഇതിൽ യാത്രക്കാരൻ രതീഷ്. ഇന്നലെ ആലപ്പുഴ ഡിവൈഎസ്പി ഈ രണ്ടു പേർക്കുമെതിരെ ഒരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതായത് തിരുവല്ല എന്ന സ്ഥലത്ത് വെച്ച് ഈ ഓട്ടോറിക്ഷ പോലീസ് വാഹനത്തിന് തടസ്സമുണ്ടാക്കി. കൂടാതെ പോലീസുകാരെ ഡ്രൈവറും ഈ യാത്രക്കാരനും ചേർന്ന് അസഭ്യം പറഞ്ഞു. ഇങ്ങനെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇവർ തന്നെ പറയും. നിങ്ങൾ പോലീസുകാരെ ഇന്നലെ അസഭ്യം പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അവർ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് ഇങ്ങോട്ട് വന്ന് തെറി വിളിക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു നിങ്ങൾക്കെതിരെ ഒരു കേസ് തിരുവല്ല പോലീസിൽ കൊടുത്തത്? അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അവരുടെ ദേഷ്യം കൊണ്ടായിരിക്കും, അവർ ഓവർടേക്ക് ചെയ്ത് പോയതുള്ള വാശി കൊണ്ടായിരിക്കും. ഡ്രൈവർ കണ്ടമാനം തെറി വിളിച്ചു. എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയ സിഗ്നൽ തെറ്റിച്ചെന്നും പറഞ്ഞു. ഇവരെ ഓവർടേക്ക് ചെയ്ത് മെയിനായിട്ടുള്ള കാര്യം. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. മദ്യപിച്ചെന്നും പറഞ്ഞാൽ പിടിച്ചോണ്ട് പോയത്. മദ്യപിക്കാറില്ല ഞാൻ. 3.5 വർഷമായി കള്ളുകൂടി നിർത്തിയിട്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 3-3.5 മണിക്കൂർ അവിടെ ഒരു വൈകിട്ട് 6 മണി 5:30 കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് വിട്ടത്. പോലീസ് വേഷത്തിലായിരുന്നോ? അല്ലായിരുന്നു. സിവിൽ ഡ്രസ്സിലായിരുന്നു ഇവര്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ പിടിച്ചുകൊണ്ടുപോയി അവിടെ ചെന്ന് സൈഡിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാരോട് പറഞ്ഞു ഇവർ വെള്ളമടിച്ചാണ്. അവർ കയറിയില്ല. അവർ ഫ്രണ്ടിൽ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പരാതി എന്തോ എഴുതി കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞു. നിങ്ങൾ വെള്ളമടിച്ച് പിടിച്ചത് കൊണ്ടെന്നാന്ന് പറഞ്ഞത്. പെറ്റി അടച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരിയെന്ന് നമ്മൾ സമ്മതിച്ചു. ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എന്താണ് നടക്കുന്നതെന്നും നമുക്ക് മനസ്സിലായില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ നിങ്ങൾ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് ഉള്ള പരിശോധന നടത്തിയപ്പോൾ അതിനകത്ത് 3 മെഷീൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ട് ഇവർ ഫോൺ വിളിക്കുകയോ എന്തോ ചെയ്തു. തിരിച്ച് വിളിച്ച് പറയുന്നത് ആണെങ്കിൽ ഇവരെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാനായിട്ട്. മെഡിക്കൽ എടുത്തു കഴിഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഇവർ വെള്ളമടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ ഞങ്ങളെ തിരിച്ച് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഏകദേശം ഒരു 6:30 മണിയായപ്പോഴാണ്, 6 മണിയായി ഞങ്ങളെ വിട്ടപ്പം. അവിടുത്തെ തിരുവല്ല സ്റ്റേഷനിൽ 2 പോലീസുകാരുണ്ടായിരുന്നു. അവർ നല്ല സഹകരണമായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളെ വെള്ളമടിച്ച് പിടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത്, ഈ ഒരു ന്യൂസ് അറിയുന്നത്, വാർത്ത ഈ അവരെ അസഭ്യം പറയുകയും അല്ലെങ്കിൽ വണ്ടിക്ക് ഇത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അവിടെ തിരുവല്ല ബൈപ്പാസ് കയറുമ്പോൾ 3 ക്യാമറകളുണ്ട്. ഈ 3 ക്യാമറകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും അവർ കയറി ഞങ്ങൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നെങ്കിൽ ഈ 3 സിഗ്നൽ താണ്ടിയിട്ടാണ് ഇവർ ഞങ്ങളെ വണ്ടി ക്രോസ് ഇട്ട് പിടിക്കുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അസഭ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 3 സിഗ്നലിൽ വെച്ച് അവർക്ക് ഞങ്ങളോട് വേണമെങ്കിൽ ചോദിക്കായിരുന്നു, വണ്ടി ഇറങ്ങി വന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. 3ാമത്തെ സിഗ്നൽ കഴിഞ്ഞപ്പോഴാണ് ഇവർ വണ്ടി കൊണ്ട് ക്രോസ് ഇട്ട്, അതായത് പാലത്തെ വെച്ചാണ് കൊണ്ട് ക്രോസ് ഇട്ട് ഞങ്ങളെ ബലമായിട്ട് പിടിച്ച് ആണെങ്കിൽ ഇവർ 3 പേരും ഇറങ്ങി. 3 പേരും ഇറങ്ങിയിട്ട് ഏതോ ശരിക്കും പറഞ്ഞ ക്രിമിനൽ കേസിലെ പ്രതികളെ പിടിക്കുന്ന രീതിയിലാണ് ഇവർ ഞങ്ങളെ ഇത് ചെയ്തത്. പറയാൻ പറ്റാത്ത ജാതിപ്പേര് വരെ സഹിതം ഇവർ ഞങ്ങളെ കളിയാക്കുകയും ചെയ്തു. എന്താണ് കാര്യം എന്നറിയത്തില്ല. മാനസികമായിട്ട് വിഷമമുണ്ടാക്കിയോ? മാനസികമായിട്ട് വിഷമമുണ്ടാക്കി. അതുപോലത്തെ തെറിയാ പറഞ്ഞത്. ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ തെറി ഞാൻ കേട്ടിട്ടില്ല. ഒരു പോലീസുകാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഡ്രൈവർ ആയും പൂവും കൂട്ടിയാണ് വിളിച്ചത്. കേൾക്കാൻ പറ്റാത്ത തെറിയാണ് വിളിച്ചത്. കുത്തിനെല്ലാം കൂടെ പിടിച്ച് കയറാ വണ്ടിക്കകത്തെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടങ്ങ് പോകുമായിരുന്നു. കള്ളു കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അവൻ വിളിച്ചുകൊണ്ടങ്ങ് പോകുമായിരുന്നു. ഭാരതീയ ന്യായ സംഹിത 281, 296B, കേരള പോലീസ് ആക്ട് 117E ഈ വകുപ്പുകൾ പ്രകാരമാണ് ഓട്ടോ ഡ്രൈവർക്കെതിരെയും യാത്രക്കാരനെതിരെയും തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ തങ്ങൾ നിരപരാധികളാണെന്നാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.